നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. മുഖച്ഛായ മാറ്റി വികസന കുതിപ്പിലേക്ക് കടക്കുകയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തികൾ വിലയിരുത്താൻ അങ്ങാടിപ്പുറത്തെത്തിയ MP അബ്ദുസമദ് സമദാനി MPയെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകും വരെ പദ്ധതിയുടെ പിന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചാണ് MP അബ്ദുസമദ് സമദാനി MP മടങ്ങിയത്. DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന മലബാർ എക്സ്പോ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. മാറ്റത്തിന്റെ കുതിപ്പിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വികസന പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം, ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം എന്നിവ പുരോഗമിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തിയ MP അബ്ദുസമദ് സമദാനി MPയെ നാട്ടുകാരും യാത്രക്കാരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. വികസന പ്രവൃത്തികൾ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുമെന്നും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗികമായുള്ള പ്രവർത്തനങ്ങളിലൂടെയും സമരമുറകളിലൂടെയുമാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വികസന പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതിന് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും യാത്രക്കാരും വലിയ പിന്തുണ നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയൊരു പദ്ധതി അമൃത ഭാരത് പദ്ധതി, അതിൽ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നാട്ടുകാർക്കൊക്കെ അറിവുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനു വേണ്ടി പല രീതിയിലുള്ള ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉന്നയിച്ചു പോകുന്നതാണ്. ജനങ്ങൾ ഒന്നിച്ചാണ് ആ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഔദ്യോഗിക തലത്തിൽ ശ്രമിക്കുന്നതോടൊപ്പം നമ്മൾ സമരപരിപാടികൾ വരെ ഇതിൻ്റെ മുമ്പിൽ അടുത്ത കാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്രയേറെ അവശതകളുള്ളൊരു സ്റ്റേഷൻ എന്ന നിലയിൽ അമൃത ഭാരത് പദ്ധതി വലിയൊരു ആശ്വാസമാണ്. ആശ്വാസം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പുരോഗതിയിലേക്കുള്ളൊരു കുതിപ്പാണ് അങ്ങാടിപ്പുറം സ്റ്റേഷനെ സംബന്ധിച്ച്. അതിൻ്റെ പ്രവൃത്തികൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്താനും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് എത്രത്തോളം മുന്നോട്ടുണ്ടെന്നൊക്കെ കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചർച്ച എന്ന നിലയിൽ തന്നെ നടത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നത്. നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ ക്രോസിംഗ് സ്റ്റേഷനായ അങ്ങാടിപ്പുറത്ത് നിരവധി യാത്രക്കാരെത്തിച്ചേരുന്ന ഇടമാണ്. അമൃത് സ്റ്റേഷൻ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള വികസന പ്രവൃത്തികളാണിപ്പോൾ ദ്രുതഗതിയിൽ മുന്നേറുന്നത്. ഏപ്രിൽ മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത്. 8.5 കോടി രൂപയാണ് വികസന പ്രവൃത്തികൾക്കായി വകയിരുത്തിയിരിക്കുന്നത്. പഴയ ടിക്കറ്റ് കൌണ്ടർ നിന്നിരുന്ന കെട്ടിടത്തിന്റെ മുൻവശം പൊളിച്ചുമാറ്റി പുതുതായി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പണികളും ദ്രുതഗതിയിലാണ്. 1ഉം 2ഉം പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മേൽക്കൂരയുടെ നിർമ്മാണവും തുടങ്ങിക്കഴിഞ്ഞു. ഇലക്ട്രിഫിക്കേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള കാലുകളെല്ലാം സ്ഥാപിച്ചു. നിലവിലെ ഗുഡ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ മൂന്നാമത് ഒന്നുകൂടി നിർമ്മിക്കുന്നുണ്ട്. FCI ഗോഡൌണിനോട് ചേർന്ന് ചരക്കിറക്കുന്ന ലൈനിനോടനുബന്ധിച്ചാണ് പുതിയത് നിർമ്മിക്കുന്നത്. FCIയിലേക്ക് ചരക്കിറക്കാൻ ഇത് കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് കരുതുന്നത്. 1ാം പ്ലാറ്റ്ഫോമുമായി ഇതിനെ ബന്ധിപ്പിച്ച് മേൽപ്പാലവും ഉണ്ടാകും. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.